പത്തനംതിട്ടയിൽ കരോൾ സംഘത്തെ ഒരു വിഭാഗം ആളുകൾ ആക്രമിച്ചു എന്നുള്ളതാണ്. അതിന് മറ്റ് വേർഷൻ ഇപ്പോൾ കൊടുക്കരുത്. മദ്യപിച്ച ഒരു സംഘമാണ് ആക്രമണം നടത്തിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പത്തനംതിട്ട കുമ്പനാട് ഒരു കരോൾ സംഘത്തെ ആക്രമിച്ചു എന്നാണ് പരാതി. കുമ്പനാട് സ്വദേശി വിപിനാണ് പിടിയിലായത്. മദ്യലഹരിയിലാണ് 15 പേരടങ്ങുന്ന സംഘം ആക്രമണം നടത്തിയത്. റിനു സീത ചേരുന്നു. റിനു, വെരി ഗുഡ് മോർണിംഗ്. ഈ ക്രിസ്മസ് ദിനത്തിൽ ആദ്യം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാർത്തയെ ആയിരുന്നില്ല, പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയൊന്നും സംഭവിച്ചു. മദ്യലഹരിയിലായിരുന്നു, മറ്റു ബന്ധങ്ങളൊന്നും ഇല്ല എന്നാണ് നമ്മൾ കരുതുന്നത്. അതിന് മറ്റു വേർഷനോ മറ്റു നിറങ്ങളോ ഇപ്പോൾ നൽകേണ്ടതില്ല, അല്ലേ റിനു? എന്താണ് സംഭവം? തീർച്ചയായും അരുൺകുമാർ, സന്തോഷത്തിൻ്റെ ഒരു ദിനം കൂടിയാണ്. പക്ഷേ ഒരു സങ്കട വാർത്തയാണ്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ്, അതായത് ഏകദേശം 1:30 മണിയോട് കൂടിയാണ് ഈ കുമ്പനാട് കരാൽ സംഘത്തെ ആക്രമിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കുമ്പനാട് സ്വദേശി വിപിനെയാണ് പോലീസ് പിടിയിലായത്. ഇന്ന് പുലർച്ചെ 1:30 മണിയോടുകൂടി കരോൾ ഗാനം പാടി വീടുകളിൽ കയറുന്ന ഒരു സംഘത്തിന് നേരെ മദ്യപ സംഘം എന്നുള്ളതാണ്, അതായത് മദ്യപിച്ചോ അല്ലെങ്കിൽ മയക്കുമരുന്നിനോ അടിമയായിട്ടുള്ള ഒരു സംഘം ആക്രമണം നടത്തി എന്നുള്ളതാണ്. ഇവരുടെ വാഹനം, അതായത് ഈ കരൽ സംഘം എത്തിയ വാഹനം ഇവരുടെ കണ്ണിലേക്ക് വാഹനത്തിൻ്റെ ലൈറ്റ് പതിച്ചു. ഇതിനെ തുടർന്നുണ്ടായ തർക്കം. ഈ തർക്കത്തിന് ശേഷമാണ് ഇവർക്കെതിരെ അതിക്രൂരമായ, അതായത് ഇവർ ഈ ആക്രമണ സംഘം എത്തുന്നതോടുകൂടി തന്നെ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി ഗേറ്റടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടേക്ക് തള്ളി തുറന്നുകൊണ്ട് ഈ സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള സംഘത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടു എന്നുള്ളതാണ്. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പാസ്റ്റർ ജോൺസൺ, അതുപോലെ തന്നെ നെല്ലിക്കാല സ്വദേശി മിഥിൻ, സജി, ഷൈനി, അതായത് സ്ത്രീകൾക്കടക്കം പരിക്കേറ്റുണ്ട്. ഈ സംഭവം ഏകദേശം 45 മിനിറ്റോളം ഈ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. തുടർന്ന് ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കരഞ്ഞു വിളിച്ചിട്ടും ഈ ആക്രമണ സംഘം പിന്തിരിയാൻ വേണ്ടി തയ്യാറായില്ല. ഓരോ മിനിറ്റുകൾ കഴിയുന്തോറും ഓരോരുത്തരുടെ എണ്ണം, ആക്രമണ സംഘത്തിലെ എണ്ണം കൂടിക്കൂടി വന്നു എന്നുള്ളതാണ്. ബൈക്കിലും കാറിലുമായി എത്തിയാണ് വലിയ രീതിയിൽ ഇവരെ ക്രൂരമായി കമ്പും അതുപോലെ തന്നെ കമ്പികൾ, അതുപോലെ തന്നെ ചെയിൻ ഉൾപ്പെടെയുള്ളവ ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിക്രൂരമായിട്ടുള്ളൊരു മർദ്ദനമുറയായിരുന്നു. കരഞ്ഞു പറഞ്ഞിട്ടും, സ്ത്രീകളടക്കം കരഞ്ഞു പറഞ്ഞിട്ടും ഇവർ പിന്തിരിയാൻ വേണ്ടി തയ്യാറായില്ല. ഒടുവിൽ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. പോലീസ് സംഭവ സ്ഥലത്ത് എത്തുമ്പോൾ ഈ അക്രമ സംഘം അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഒരാളെ പോലീസിന് സംഭവ സ്ഥലത്ത് നിന്ന് പിടിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ നാട്ടുകാരോടൊപ്പമൊക്കെ നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ ഇതിനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളൊന്നുമില്ല, പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം, ഇവർ തമ്മിലുള്ളൊരു തർക്കം, ഇതാണ് ആക്രമണത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം. അരുൺകുമാർ. ഓക്കെ റിനു, ഇതിന് മറ്റ് നിറങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? വേറെ ആരും അതിൻ്റെ ഇവർക്ക് മറ്റ് ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ സൂചന? ഇല്ല അരുൺകുമാർ, കാരണം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ നമുക്കറിയാം. കരാൽ സംഘത്തെയും അതുപോലെ തന്നെ സ്കൂളുകളിലെ ക്രിസ്മസ് ആഘോഷമൊക്കെ മുടക്കിയൊരു സംഘം, അങ്ങനെ ഒരു വെർഷൻ നമുക്കിതിൽ കൊടുക്കാൻ നിലവിലിപ്പോൾ ആകില്ല. കാര്യം അത്തരമൊരു വിവരമില്ല. അങ്ങനെ അവിടുത്തെ പൊതുപ്രവർത്തകരോടൊക്കെ സംസാരിച്ചാലും അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസംഘടനയുടെയോ അടിസ്ഥാനത്തിലല്ല, അങ്ങനെയൊന്നുമല്ല ഈ ഒരു ആക്രമണം നടന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു രീതി അല്ല എന്ന് കൃത്യമായി തന്നെ ബോധ്യമുണ്ട്. പോലീസിൽ നിന്നും അങ്ങനെ ഒരു വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ ആ സ്ഥലത്ത് ഈ കരാൽ സംഘം എത്തുമ്പോൾ അവരുമായി തമ്മിലുണ്ടാകുന്നൊരു തർക്കം, വാഹനത്തിൻ്റെ ലൈറ്റ് മുഖത്തടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കം, അവിടുത്തെ പ്രദേശവാസികൾ തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അരുൺകുമാർ. വല്ല കാര്യമുണ്ടോ? രാവിലെ നമ്മുടെ വാർത്തയുമായി എന്തായാലും ഈ ക്രിസ്മസ് ദിനത്തിൽ വിപിൻ പോലീസ് സ്റ്റേഷനിലുമായി.